ഏതായാലും ആദം നബി അലൈഹി സ്വലാം ഈത്തപ്പൻ്റെ അത്ര ഉണ്ടായിരുന്നു. തവാലശാരി നല്ല നീണ്ട മനുഷ്യനായിരുന്നു സയ്യിദുനാ ആദം സലാം. ഒരു ചവിട്ട് ശ്രീലങ്കയിൽ വെച്ചിട്ട് അടുത്ത ചവിട്ട് ഇന്ത്യയിൽ വെച്ച ആളാണ് സയ്യിദുനാ ആദം അലൈഹിസ്സലാം. ആ ചവിട്ട് കാപ്പാടാണെന്നും ഒരഭിപ്രായമുണ്ട്. ഒരു ചവിട്ട് അവിടെ വെച്ചിട്ട് ഒരു ചവിട്ട് കാപ്പാടാണ്, അങ്ങനെ അഭിപ്രായമുണ്ട്. കോഴിക്കോടിന് ഒരുപാട് ഫضലുണ്ടല്ലോ, അതിൽപ്പെട്ടതാണ് കൂട്ടിക്കോളും. ഒരു ചവിട്ട് അവിടെ. ഏതായാലും ഇന്ത്യ കൂടി നടന്നിട്ട് 40 ഹജ്ജ് ചെയ്ത ആളാണ് ഇമാം സയ്യിദുനാ ആദം. 40 വട്ടം ഹജ്ജിന് പോയിട്ടുണ്ട് ഇന്ത്യയിൽ കൂടെ സയ്യിദുനാ ആദം അലൈഹിസ്സലാം. അപ്പൊ ചിന്തിക്കണം, ഒരാൾ നൂഹ് നബിയെ കണ്ടാൽ വയസ്സ് കൂടുതൽ കിട്ടും. ഒരാൾ ഹൂദ് നബിയെ കണ്ടാൽ ശത്രുക്കൾ അധികാരം നേടും, അവസാനം ശത്രുക്കളെ തൊപ്പിക്കുകയും ചെയ്യും. ഇബ്രാഹിമ ഒരാള് ഇബ്രാഹിം നബിയെ സ്വപ്നത്തിൽ കണ്ടാൽ ഹജ്ജ് ലഭിക്കും. ഇബ്രാഹിം നബി വിളിച്ചതുപോലെ ഒരുപാട് നബിയാക്കന്മാരെ കണ്ട ഓരോന്നിനും പ്രത്യേകം. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമപ്പെണ്ണ് ഒരിക്കൽ മൂസാ നബിയെ സ്വപ്നത്തിൽ കണ്ടു. വടിയും ചുഴറ്റിയിട്ടുണ്ട്, വെള്ളത്തിന്റെ മുകളിലൂടെ പോകുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ. ഞെട്ടിയുണർന്ന് ഈ അടിമപ്പെണ്ണ് ഇത് താബിഈങ്ങളിൽ പ്രധാനിയായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഫഖാല, സഈദ് പറഞ്ഞു, ഉടനെ രാജാവ് മരിക്കുന്നതാണ്, അക്രമിയായ രാജാവ് മരിക്കുന്നു എന്നതിനുള്ള തെളിവാകുന്നു മൂസാ നബി പ്രത്യക്ഷമായത്. ഒരുപാടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. പറഞ്ഞാൽ അത് എണ്ണിയാലൊടുങ്ങാത്തതാണ് കിതാബിന്റെ തഅബീറുകൾ. അള്ളാന്റെ മുന്നിൽ നിൽക്കുന്നതായ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അയാൾ സാലിഹ്യങ്ങൾപ്പെട്ട ആളാണെങ്കിൽ അത് റഹ്മത്തിന്റെ സ്വപ്നമായിരിക്കും എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാൾ അല്ലാഹു അയാളോട് കോപിച്ചതായി സ്വപ്നത്തിൽ അറിവുണ്ടായാൽ അയാൾക്ക് അപകടം സംഭവിക്കും. മാതാപിതാക്കൾ ഒരാളോട് ദേഷ്യപ്പെട്ടതായ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അള്ളാഹു അയാളോട് ദേഷ്യത്തിലാണെന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു ദേഷ്യപ്പെട്ടതായി സ്വപ്നത്തിൽ അറിവുണ്ടായാൽ മരിച്ചുപോയ മാതാപിതാക്കളും അയാളോട് പൊരുത്തത്തിലല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മാതാപിതാക്കളും അള്ളയും തമ്മിൽ വലിയ ബന്ധത്തിലാണ്. കാരണം അനിഷ്കുർലി വലിവാലിദൈക ഇലയ്യൽ മസീർ, വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മയും ബാപ്പയും ഏകദേശം. അനിഷ്കുർലി വലിവാലിദൈക ഇലയ്യൽ മസീർ. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ, അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. മുഅ്മിനീങ്ങളെ, കിനാബിന്റെ തഅബീറിന്റെ വിശദമായ ഭാഗത്തേക്ക് ഞാൻ കിടക്കണില്ല, ഒരുപാടുണ്ട്. അത് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഒന്നും അത് പറഞ്ഞാൽ തീരില്ല. ഒരാള് അള്ളാഹു കോപിച്ചതുപോലെ സ്വപ്നത്തിൽ അറിയിപ്പുണ്ടായാൽ അതിൻ്റെ അർത്ഥം ഉമ്മയും ബാപ്പയും കോപിച്ചിരിക്കുന്നു എന്നാണ്. ഉമ്മയും ബാപ്പയും കോപിച്ചതുപോലെ സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ അള്ളാഹു അവനോട് കോപിച്ചിട്ടുണ്ട് എന്നുമാണ്. ഓരോന്നിനും ഒരാൾ ഫാത്തിഹ ഓതുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ ഒരാൾ സ്വപ്നം കണ്ടു, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലായി, ഫാത്തിഹ ഒന്നായി സ്വപ്നത്തിൽ കണ്ടാൽ ഖൈറിന്റെ ബാബ അയാൾക്ക് തുറന്നു കിട്ടും. ഒരാൾ ഓടുന്നത് കണ്ടാൽ വയസ്സ് നീണ്ടു കിട്ടും. ഒരുപാട് വയസ്സുണ്ടാവും, പെട്ടെന്നൊന്നും മരിക്കൂല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾ യാസീൻ സൂറത്ത് ഒരാൾ ഓതുന്നതായി കണ്ടാൽ ഹബീബായ നബിയുടെ മഹബത്തായ കുണ്ടിയെന്നും അഹ്ലു ബൈത്തിന്റെ മഹബത്തായ കുണ്ടിയെന്നുമാണ് അർത്ഥം. ഇതൊരു പഠനത്തിന് വേണ്ടി ഇങ്ങനൊരു വിഷയമുണ്ട് എന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ വിഷയം ഇവിടെ അർത്ഥവിരാമമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവേ പറഞ്ഞു കേട്ടൊരു സ്വാലിഹ അമലാക്കണം റബ്ബേ.
ഇൽമിനെ ആഫിയാക്കണമേ റബ്ബേ. അള്ളാഹുവേ സുന്നത്തിനെ ഹയാത്താക്കുക എന്ന പദവി ഇതിന് നൽകണമേ റബ്ബേ. ഈ വിഷയത്തിൽ പഠിക്കുന്ന ഇഷ്ടം പോലെ ആലിമ്യങ്ങൾ ഉണ്ടാകണമേ തമ്പുരാന്. പഴയകാലത്ത് ആലിമ്യങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ അറിഞ്ഞിരുന്നൊരു വിഷയം ഇന്ന് ഈ ഉപഭോഗ സംസ്കാരത്തിന് അടിമപ്പെട്ട് വിജ്ഞാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അന്യം നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് ഹയാത്താക്കുക മാത്രമാണ് ഇവിടെ ലക്ഷ്യം. അള്ളാഹുവേ, ഈ കനപ്പെട്ട വിജ്ഞാനത്തിൽ ഒരു ശ്രദ്ധ ഉമ്മത്തിനുണ്ടാകണമേ തമ്പുരാന്. ഞങ്ങൾക്ക് നീ സ്വാലിഹായ സ്വപ്നങ്ങളെ നൽകണമേ റബ്ബേ. ഞങ്ങളെ നീ മുസ്തഫ നബിയുടെ സ്വപ്നം കൊണ്ട് അനുഗ്രഹിക്കണമേ റബ്ബേ. മൻ റആനി ഫിൽ അനാമി ഫഖദ ഫലാ യദ്ഖുലൻ നാറ ഫലൻ യദ്ഖുലൻ നാറ. ഇന്ന സ്വപ്നത്തിൽ കണ്ട ഒരു നരകത്ത് കിടക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. അല്ലാഹ്, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. നീ ഞങ്ങളെ മുത്തഖ്യങ്ങളിൽ ചേർക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ സ്വപ്നത്തിൽ കണ്ടാൽ ആ പവിത്രതയോടുകൂടെ മരിച്ചു പോകാനുള്ള തൗഫീഖും നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാൻ. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മക്കുപ്പക്കും പുറത്തു കൊടുക്കണമേ അല്ലാഹ്. ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ രോഗികളുടെ രോഗം മാറ്റണമേ തമ്പുരാനെ. മരിച്ചവർക്ക് മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ. ജന്നാത്തുൻ നഈമിൻ്റെ വാതിൽ എല്ലാവരുടെയും ഖബറിലേക്ക് തുറന്നു കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഇതിൽ സഹായിച്ചവർ, സഹകരിച്ചവർ, ഇതിലേക്ക് ആളെ കൊണ്ടുവന്നവർ, ഇതിനുവേണ്ടി അധ്വാനിച്ചവർ, പണിയെടുത്തവർ, നടന്നവർ, ഇതിൻ്റെ കാര്യം ജനങ്ങളോട് പറഞ്ഞവർ, എല്ലാവർക്കും നീ ഫضل കൊടുക്കണമേ തമ്പുരാനെ. എല്ലാവർക്കും കൊടുക്കണമേ റബ്ബേ. ഈ റമളാനിലെ ഈ ഇൽമിൻ്റെ പ്രചാരണത്തിനും ഈ ദീനിൻ്റെ പ്രചാരണത്തിനു വേണ്ടി അധ്വാനിച്ച എല്ലാവർക്കും രണ്ട് ലോകത്തും പ്രതിഫലം നൽകണമേ തമ്പുരാന്. ഞങ്ങളെ ഉമ്മക്കുപ്പക്ക് പൊറുക്കണമേ റബ്ബേ. ഉസ്താദുമാർക്ക് പൊറുക്കണമേ റബ്ബേ. അല്ലാഹുവേ, പേടിക്കപ്പെടേണ്ട രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. ഒരു ക്യാൻസർ ഉള്ളവർ ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാകരുത് റബ്ബേ. ഒരു കിഡ്നി തകരാറിലായവർ ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാകരുത് റബ്ബേ. ഞങ്ങൾ ആർക്കെങ്കിലും ആ രോഗം കയറിയിട്ടുണ്ടെങ്കിൽ റബ്ബേ അല്ലാഹ് ശിഫയാക്കുന്നത് നീയാണ്. നീ ശിഫയാക്കണമേ തമ്പുരാനെ. നീ ശിഫയാക്കണമേ അല്ലാഹ്. നീ ഷാഫിയാണ്, നീ കാഫിയാണ്. ശിഫയാക്കണമേ റബ്ബേ. അല്ലാഹ്, മെഡിക്കൽ കോളേജിലും മിംസിലും ബേബി ഹോസ്പിറ്റലിലും ഇങ്ങനെ എവിടെയൊക്കെയാണോ രോഗികൾ കിടക്കുന്നത് അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണമേ തമ്പുരാനെ. എല്ലാവർക്കും ശിഫ നൽകണമേ റബ്ബേ. പേടിക്കപ്പെടേണ്ട രോഗങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണമേ റബ്ബേ. ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം നിന്റെ കയ്യിലാകണമേ തമ്പുരാനെ. ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം നിന്റെ കയ്യിലാകണമേ റബ്ബേ. ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം നിന്റെ കയ്യിലാകണമേ തമ്പുരാനെ. നീ ബറക്കത്തും സലാമത്തും നീ ഞങ്ങൾക്ക് അധികരിപ്പിച്ചേരണമേ തമ്പുരാനെ. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. രണ്ട് ലോകത്തും രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. രണ്ട് ലോകത്തും രക്ഷപ്പെടുത്തണമേ റബ്ബേ. കടങ്ങളുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്, കടത്തെ വീട്ടിൽ തരണമേ തമ്പുരാനെ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ റബ്ബേ. മക്കളെ സ്വാലിഹാക്കണമേ റബ്ബേ. സ്വാലിഹായ മക്കളെ കൊടുക്കണമേ റബ്ബേ. ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കണമേ റബ്ബേ. കുടുംബം ഖൈറാകണമേ റബ്ബേ. ഈ ദീനിനെ പ്രചരിപ്പിക്കുന്ന മക്കളെ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ആൺകുട്ടികളെ തരണമേ റബ്ബേ. സ്വാലിഹീങ്ങളായ മക്കളെ തരണമേ റബ്ബേ. ഇജ്ജത്തുള്ള ജീവിതം നൽകണമേ റബ്ബേ. എല്ലാ വഷളത്തരങ്ങളെ തൊട്ടും ഞങ്ങളും ഞങ്ങൾ ആശ്രിതരും ഞങ്ങളെ സഹായികളും എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗികളായിട്ടും ഈ പരിപാടിക്ക് വന്ന ഒരുപാട് ഉസ്താദുമാരുണ്ട്, മുദരിസന്മാരുണ്ട്, ആലിമീങ്ങൾ, സയ്യിദന്മാർ. പടച്ചവനെ റബ്ബേ റഹ്മാനെ, നിറച്ചു കൊടുക്കേണ്ടത് നീയാണ്. നീ അവർക്ക് നിറച്ചു കൊടുക്കണമേ തമ്പുരാനെ. തിരക്കിട്ട രാവും പകലും തിരക്കിട്ട ഔദ്യോഗിക ജീവിതം, കച്ചവടം, കാര്യം, ബിസിനസ് കൊണ്ട് രാവും പകലും തിരക്കിട്ട് നടക്കണ ഒരുപാട് ഉമറാക്കൾ ഈ പരിപാടി ആദ്യന്റെ പേര് ഭംഗിയാക്കാൻ ഞങ്ങളെ വാപ്പമാരെ പോലെ ഞങ്ങളൊപ്പം നിന്ന് സഹായിച്ചിട്ടുണ്ട്. അവർക്ക് നീയാണ് ഫضل നീ കൊടുക്കണമേ തമ്പുരാനെ. എല്ലാവരെയും ഖൈറിലാക്കണമേ റബ്ബേ. എന്തൊക്കെ ഉദ്ദേശം കൊണ്ടാണോ ആരിവിടെ വരുന്നത് എല്ലാം റാഹത്താക്കി കൊടുക്കണമേ റബ്ബേ. എല്ലാം സലാമത്താക്കണമേ റബ്ബേ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. വജഅൽനാ മിൻ അഹ്ലിൽ ജന്നah വലാ തജഅൽനാ മിൻ അഹ്ലിൻ നാർ. اللهم إنك عفو تحب العفو فاعف عني. اقرأ باسم ربك الذي خلق. خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم. علم الإنسان ما لم يعلم. كلا إن الإنسان ليطغى أن رآه استغنى. إن إلى ربك الرجعى. أرأيت الذي ينهى عبدا إذا صلى.
أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى